My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുകയാണ്. ഓക്കെ, വെരി സൂൺ. മേ ബി അടുത്ത മൊമെൻറ്റിലായിരിക്കാം, മേ ബി അടുത്ത ദിവസമായിരിക്കാം, വരുന്ന കുറച്ച് ദിവസം സമയത്തിനുള്ളിലായിരിക്കാം, ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം, റൈറ്റ്? വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇമോഷണൽ സിറ്റുവേഷൻ. ഓക്കെ, അത് ലൈക്ക് അത് സംഭവിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ വളരെയധികം മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള വ്യക്തി, റൈറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് വട്ട് ഐ കെൻ സീ ഈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ് എല്ലാം ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു സാഹചര്യം, അതുപോലുള്ള ആളുകൾ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭവിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് നിങ്ങളുടെ ഫീലിങ്സ് സംസാരിക്കാൻ ഐ ക്യാൻ സീ ദാറ്റ് വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സഫോക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാനോ കരഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ സന്തോഷമായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പല ആളുകളും പല പല സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം അത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഈ ഒരു കാര്യം ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ വലിയൊരു ഭാരം നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഐ ക്യാൻ സീ ദ ക്ലിയർ പിക്ചർ ഐ എം ഗെറ്റിംഗ്. ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ, എൻ്റെ കസിൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് എല്ലാവരും അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ സങ്കടങ്ങളൊക്കെ പറയുകയാണ്. പക്ഷെ എൻ്റെ അമ്മ അവരുടെ അടുത്ത് പോയിട്ട് വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. എൻ്റെ അമ്മ അവരെങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ ഹഗ് ചെയ്തു. പുറത്ത് മെല്ലൊന്ന് തലോടിയ സമയത്ത് അവരുടെ ഉള്ളില് അത്ര നേരം കാണാത്ത ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആയിരുന്നു അത്. ഒറ്റ സെക്കൻഡ്സിൽ അവർ കരയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ബേർഡൻസും കരഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ അത്രയും അവരുടെ ഇമോഷൻസ്, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഇറ്റ്സ് ലൈക്ക് അമ്മയുടെ ആ ഒരു പ്രസൻസോ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചേർത്ത് പിടിച്ചത് അവർക്ക് അത്ര ഒരു റിലീഫ് ആയിരുന്നു. ആൻഡ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു, വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ഒരു സിറ്റുവേഷൻ ശേഷം അവർ കരഞ്ഞ് എല്ലാം കരഞ്ഞ് വേറൊന്നും പറയാനൊന്നുമില്ല, കരഞ്ഞ് തീർത്തതിന് ശേഷം അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിലീഫ് ആക്ച്വലി നമുക്ക് അവരുടെ ഫേസിൽ നിന്ന് അവരുടെ ആക്ഷന് അടുത്തൊരു ആക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത് ആ ഒരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ അത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർത്ത് പിടിച്ച് ഓക്കെ ഞാനുണ്ട്, ഞാനിവിടെ കേൾക്കാനുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഒന്നും പറയണ്ട ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും. ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങളുടെ മനസ്സിൽ ഇത്രയും സഫോക്കേറ്റഡ് ആയിട്ട് ചില ഇമോഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ഇങ്ങനെ കേൾക്കണമായിരുന്നു, നിങ്ങൾ ഒരാൾ ഇത്ര ഇങ്ങനെ ചേർത്ത് പിടിക്കണമായിരുന്നു, നിങ്ങളുടെ കൂടെ ഇരിക്കണമായിരുന്നു, നിങ്ങളെ കേൾക്കണമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കും അപ്പോഴാണ് മനസ്സിലാവുക. നിങ്ങൾക്കും അപ്പോഴാണ് നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക. ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും, നിങ്ങളുടെ മനസ്സിൽ അത്രയും ബേർഡൻ, അത്രയും കാലമായിട്ട് നിങ്ങൾ ക്യാരി ചെയ്തിട്ടുള്ള ബേർഡൻ നിങ്ങൾക്ക് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻഡ് ഐ ഡോണ്ട് നോ, എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലേ? ഐ ഡോണ്ട് നോ ഗൈസ്, ദാറ്റ് ഈസ് വാട്ട് ഐ ക്യാൻ ഫീൽ. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ക്യാൻ ഫീൽ. മേ ബി ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ ഇമോഷണൽ ആയി പോയിട്ടുണ്ടായിരിക്കാം അല്ലേ? ആൻഡ് നിങ്ങൾക്ക് ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ ഐ എം ഹിയർ, ഐ എം സെൻഡിങ് എ ബിഗ് ഹഗ് ഫോർ യു. എൻ്റെ അമ്മ അന്ന് എൻ്റെ കസിന് കൊടുത്തതുപോലെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ബിഗ് ടൈറ്റ് ഹഗ് തരികയാണ്. നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ, എന്നെക്കാട്ടി പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകൾ, പ്രായം കൂടിയിട്ടുള്ള ആളുകൾ, ആരും ആയിക്കോട്ടെ, ഞാൻ നിങ്ങളങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ബേർഡൻസ് ഒക്കെ അതോട് കൂടിയിട്ട് ഇറങ്ങിപ്പോകട്ടെ. ഓക്കെ, ആൻഡ് വളരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പോലും അറിയാത്ത ആ ഒരു ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില ആളുകൾക്ക് തോന്നാം ഞാൻ ഈ കാർഡൊന്നും വായിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഈ മെസ്സേജ് കിട്ടുന്നത്, ഞാൻ വല്ല സ്റ്റോറി ഉണ്ടാക്കി പറയുകയാണോ എന്ന് വിചാരിക്കും അല്ല ചില ആളുകൾ, റൈറ്റ്? സോ അങ്ങനെയല്ല, ഐ ക്യാൻ കണക്ട്. ഓക്കെ, സോ
ചില മെസ്സേജ് സൈക്കിക്കലി കണക്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ കാർഡ്സ് എടുക്കുക. ആൻഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈവൻ നിങ്ങൾക്ക് ഓരോ കാർഡ് കാണുന്ന സമയത്തും ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് തന്നെ അത് കണക്ട് ചെയ്യാൻ സാധിക്കും. ആ കാർഡ് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ട് വരും. ബിക്കോസ് ചില സമയത്ത് ഐ ഡോണ്ട് നീഡ് കാർഡ്സ് ടു റീഡ് യുവർ സിറ്റുവേഷൻ. ഓക്കെ, ഐ ക്യാൻ സീ നിങ്ങൾ എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും, നിങ്ങളെ ഞാൻ കാണുന്നില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾ ഏത് പ്രയാസത്തിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും, ഓക്കെ, സോ എനിക്കൊന്നും കാണാൻ പറ്റാത്തൊരു പെയിനിൽ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും, യെസ്, ഐ ക്യാൻ ഫീൽ എങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾ പോകുന്നതെന്നുള്ളത്. ഓക്കെ, എനർജറ്റിക്കലി നിങ്ങൾ എന്താണോ ക്യാരി ചെയ്തിട്ടുള്ള ഒരു ബേർഡൻ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാനസിക പ്രയാസം, നിങ്ങളുടെ വലിയൊരു പ്രശ്നം, നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്ന്, അങ്ങനത്തെ ഒരു സൈക്കിളിന്, അങ്ങനത്തെ ഒരു പാറ്റേണിന് നിങ്ങൾ റിലീസ് ചെയ്യാണ്. ഓക്കെ, സോ ചില ആളുകൾ ഫോർ എവർ നിങ്ങൾ ആ ഒരു പ്ലേസിൽ നിന്ന് റിലീസ് ചെയ്യാണ്. ബിക്കോസ് വളരെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ച് ഇറങ്ങാണ് ജീവിതത്തിൽ നിന്ന്. ഓക്കെ, വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാണ്. ഐ ക്യാൻ ക്ലിയർലി ഫീൽ ദാറ്റ് നിങ്ങളുടെ വലിയ എന്തോ ഒരു ബേർഡൻ ഇറക്കി വെക്കാണ് മനസ്സിൽ നിന്ന്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ ആ ഒരു സമാധാനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ പല ആളുകളും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അത് ചില ആളുകൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്, റൈറ്റ്? ബിക്കോസ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു ചുറ്റുപാട്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങളുടെ പാരൻസോ, നിങ്ങളുടെ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ വളരാൻ അത്ര ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത്, അല്ലേ? സോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടോ, നിങ്ങളുടെ പഠിപ്പിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ലൈഫ് ഇവന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷന്, നിങ്ങളുടെ ആ ഒരു ആളുകളുടെ അടുത്ത് നിന്ന്, ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ചില ആളുകളുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഫിസിക്കലി ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ചില ആളുകൾ നിങ്ങൾ ഇമോഷണലി ആണ് മൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൂം ഉണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത്, അല്ലെ? ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു റൂം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലെ? സോ ആ റൂമിനോട് നിങ്ങൾ വിട പറയാണ്. ഓക്കെ, സംശയങ്ങള്, റൈറ്റ്, കൺഫ്യൂഷൻസ്, ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, എന്തൊക്കെയോ നിങ്ങൾ ആലോചിച്ച് ക്യാരി ചെയ്തിട്ടുള്ള ആ ഒരു റൂം നിങ്ങൾ ക്ലീൻ ചെയ്യാണ്, അല്ലെങ്കിൽ ആ റൂം നിങ്ങൾ വിട്ടുപോവാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിൽ ഇത്ര കാലമായിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള ആ ഒരു കാര്യത്തിന് ഇനി നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്പേസ് ഇല്ല, ആ ഒരു റൂം ഇനി നിങ്ങൾക്ക് ഇല്ല. കൺഫ്യൂസ്ഡ് ആവാനും, നിങ്ങളെ ഡൗട്ട് ചെയ്യിപ്പിക്കാനും, നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ്, ആങ്സൈറ്റിയും തരുന്ന ആ ഒരു സ്പേസ് ഈ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ ചില ആളുകൾക്ക് നിങ്ങൾ പുതിയ പുതിയ പ്രവൃത്തിയിലേക്കൊക്കെ എൻഗേജ്ഡ് ആവുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരുന്നത് കൊണ്ടും, നിങ്ങൾ വേറെ കാര്യത്തിലേക്ക് എൻഗേജ് ആക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്പേസിൽ നിൽക്കാനുള്ള ഒരു ടൈം കിട്ടാത്തത്. ഓക്കെ, ആൻഡ് അങ്ങനെ വരുന്ന സമയത്ത് പതുക്കെ 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 നിങ്ങൾ ഈ ഒരു പാറ്റേണിന് പുറത്തേക്ക് വരികയാണ്, നിങ്ങൾ പോലും അറിയാതെ. ഓക്കെ, സോ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്ങിനെ പറ്റിയിട്ട് ആലോചിച്ച് വളരെ സങ്കടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് ആലോചിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, വെരി സൂൺ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അതാണ്. ഓക്കെ, അതിനുള്ളൊരു ഏറ്റവും വലിയൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത്, ആ ഒരു മാറ്റം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ, ഫിസിക്കൽ സെപ്പറേഷൻ ചില പ്ലേസിൽ നിന്ന് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഇമോഷണലി നിങ്ങൾ പ്രിപ്പേർഡ് ആവുന്നുണ്ട്, ഇമോഷണലി നിങ്ങൾ വളരെ കാം ആവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വളരെ ഒരു സമാധാനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ സമാധാനം കണ്ടെത്തുന്നുണ്ട്. സിറ്റുവേഷൻ എത്ര നിങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കാൻ നോക്കിയാലും, എത്ര ഡൗട്ട്സ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലും, ഓക്കെ, ആൻഡ് അവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സി എങ്ങനെയാണ് നിങ്ങളുടെ കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നത്. സി നിങ്ങൾ എവിടുന്ന് ഇറങ്ങി വരികയാണ്, നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്, നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ചില ആളുകൾ നിങ്ങളുടെ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നിങ്ങൾ ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്ക് ഇറങ്ങി വരുന്നത്, അല്ലെ? വലിയൊരു കർമ്മ അല്ലെങ്കിൽ വലിയൊരു ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി തീർത്തിട്ടോ, അല്ലെങ്കിൽ വലിയൊരു ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് നിങ്ങൾ ഇറങ്ങി വരുന്നത്. നിങ്ങൾ അങ്ങനെ ഒളിച്ചോടുക എന്നുള്ളതല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടും പോവാന്നുള്ളതും അല്ല. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, അങ്ങനെയും ഈ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയത്ത് നിങ്ങൾ വീണ്ടും പഠിക്കാൻ പോവാണ്, നിങ്ങളുടെ പഠിത്തം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഉള്ളിലെ ക്വാളിറ്റീസ് നിങ്ങൾ ആക്റ്റീവ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അത് ആ ഒരു കൈൻഡ്നെസ് നിങ്ങളുടെ അടുത്തും കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടെ സോഷ്യലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനും മറ്റുള്ള ആളുകളെ മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതല്ല, ചില ആളുകളുടെ സ്വഭാവം, ചില ആളുകളുടെ ഒരു നേച്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾ അവരെ കൂടുതൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്ലേസിൽ ആളുകൾക്ക് നിങ്ങളുടെ എനർജി കൂടുതൽ കൊടുക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൂടുതൽ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ചില സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ചിലതൊക്കെ നിങ്ങൾ കുറെ പറഞ്ഞിട്ടും ചേഞ്ച് ആവാത്ത ചില പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് അതുപോലെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് നിങ്ങൾ ഇമോഷണലി ഡിസ്കണക്ട് ആവാൻ പോകുന്നത്. ഓക്കെ, സോ ചില പ്ലേസ്, ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് അത്ര വലിയൊരു എക്സൈറ്റ്മെന്റ് ലൈഫിൽ ഈ സമയത്ത് തരുന്നുണ്ടാവില്ല. ഓക്കെ, വൈ? ബിക്കോസ് നിങ്ങൾക്ക് പുതിയ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറന്നു കിട്ടുന്നത് പോലെ. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ അതുവരെ നിങ്ങൾ ഓക്കെ ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബോർ അടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡിറ്റാച്ച്മെന്റ് തോന്നുക, വലിയൊരു എക്സൈറ്റ്മെന്റ് ആ ഒരു പ്ലേസോ ആ ഒരു സിറ്റുവേഷനോ നിങ്ങൾക്ക് തരാതിരിക്കുക. ഇത് നിങ്ങളൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് എന്തൊരു പുതിയൊരു കാര്യം, നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന ഒരു പുതിയ കാര്യങ്ങൾ അവിടെ വരാൻ പോവുകയാണ്. ഓക്കെ, അത് ചില ആളുകൾക്ക് ജോബ് ആയിരിക്കാം, യാത്രകളായിരിക്കാം, മാറ്റമായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മേലെ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അപ്പിയറൻസിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളായിരിക്കാം, ഫിസിക്കലി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ആൻഡ് സി ലൈക്ക് ഒരു പുതിയൊരു സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്, പുതിയൊരു വേർഷൻ, ബെറ്റർ വേർഷൻ. അത് എഗെയിൻ നിങ്ങൾ ഒരു ടൈമിന് ശേഷമാണ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇൻസ്പയറിംഗ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ വലിയൊരു ഭാരം നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സാഹചര്യം നിങ്ങൾ അതുപോലെ എൻകറേജ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അനുകൂലമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ വേണ്ട വിധത്തിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങൾ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിക്കോസ് സാഹചര്യം നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? ഇത്ര കാലമായിട്ട് ഈവൻ നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ആളുകളും മേ ബി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. എന്തിനാണ്? നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾ വളരെ ആളുകളിൽ ഡിപ്പെൻഡഡ് ആയിട്ടോ ഇമോഷണലി ഡിപ്പെൻഡഡ് ആയിട്ടോ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാഹചര്യം നിങ്ങളെ ഇതുപോലെ മാറാൻ ഒരു അവസരം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നാലേ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഡെസ്റ്റിനി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, ഡെസ്റ്റിനി നിങ്ങൾ എങ്ങനെയൊക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന മാറ്റത്തിലേക്ക് വരിക, ഇന്ന സമയത്ത് ഇന്ന മാറ്റങ്ങൾ വരിക, ഇന്ന സമയത്ത് ഇന്ന ആളുകൾ, ഇന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ സമയത്ത് നിങ്ങൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ മേ ബി ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ചില ആക്ഷൻസും ചില കാര്യങ്ങളും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. ബട്ട് നിങ്ങളുടെ ഒരു ജേർണി കുറെ കൂടെ നിങ്ങൾ മുന്നിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഇൻഡിവിജ്വൽ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ആക്ഷൻ കുറെ കൂടെ ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ കുറെ കൂടെ ഫ്ലോ ആവുന്നുണ്ട് ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻസ് ഇല്ലാണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ഒരുപാട് ബാധ്യതകൾ ഇല്ലാണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് ഫൈനാൻഷ്യൽ ബേർഡൻസ് ആയിരിക്കാം, ഇമോഷണൽ ബേർഡൻസ് ആയിരിക്കാം, ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഒരുപാട് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് അത്ര ഒരു ഹെവി ആയിട്ടുള്ളൊരു കാര്യം തന്നിട്ടുള്ളത്, നിങ്ങളെ അതിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ചില വാതിലുകൾ അടയ്ക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു പോകണം എന്ന് തോന്നുന്ന ചില വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ അടയ്ക്കാണ്. ബിക്കോസ് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഫേസ് ചെയ്യാൻ വളരെ പേടിച്ച് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. കമോൺ ഗൈസ്, ഈ സമയത്ത് നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യാൻ, ലൈഫിൽ എന്താണോ നിങ്ങളെ തിരിഞ്ഞ് ഓടാൻ സമ്മതിക്കാത്തത്, ഇല്ല ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു ലെവലിൽ നിങ്ങൾ ലൈഫ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ലൈഫ് ആക്ച്വലി നിങ്ങളെ ഒരുപാട് ടെസ്റ്റ് ചെയ്യാണ്, നിങ്ങളെ ട്രിഗർ ചെയ്യാണ്, നിങ്ങളെ പുഷ് ചെയ്യാണ്.
ഓക്കെ, നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ. അതാണ് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചില ആക്ഷൻ എടുക്കേണ്ടത്. ചില വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു പവറിന് അറിയാം. ചില പ്ലേസിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുന്നില്ല. സോ സാഹചര്യം നിങ്ങൾ അങ്ങനെ കൊണ്ടുവരികയാണ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാൻ വില്ലിങ് ആവുന്നില്ല. നിങ്ങൾ ചില ആക്ഷൻ എടുക്കുന്നില്ല, ചില മാറ്റങ്ങൾ എടുക്കുന്നില്ല. സോ സിറ്റുവേഷൻ നിങ്ങളെ അതുപോലെ ഗ്യാദർ ചെയ്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് പോലെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് തോന്നുന്ന ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ലൈക്ക് എങ്ങോട്ടാണ് പോകുന്നത്, എല്ലാം കൂടെ നിങ്ങളുടെ തലയിലേക്കാണോ വരുന്നത് എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുക. ബട്ട് അങ്ങനെയല്ല. നിങ്ങളുടെ മുന്നിൽ ചില വാതിലുകൾ അടഞ്ഞായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ട് വരണം. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു വേർഷനിലേക്ക്, നിങ്ങളുടെ ബെറ്റർ വേർഷനിലേക്ക്, നിങ്ങളുടെ ഒരു റൈറ്റ് വേർഷനിലേക്ക്, നിങ്ങളുടെ സ്ട്രോങ് വേർഷൻ, ഇൻഡിപെൻഡന്റ് വേർഷൻ, മോസ്റ്റ് അട്രാക്റ്റീവ് വേർഷനിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി. ഓക്കെ, സോ മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ ഫിസിക്കലി നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ജീവിത സാഹചര്യം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഹെൽത്തിലേക്ക് നിങ്ങൾ നോക്കണം. എൻ്റെ ശരീരം ഇനി നോക്കിയേ പറ്റുള്ളൂ എന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നിങ്ങൾ സീരിയസ് ആയിട്ട് അതിനെ പറ്റിയിട്ട് നോക്കുക, അല്ലെ? അതിന് തക്ക എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ശരീരത്തിന് വന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ വന്നിട്ടുണ്ടായിരിക്കണം. സോ ഫൈനലി എന്ത് സംഭവിക്കും? നിങ്ങൾ ശരീരത്തിനെ നോക്കുക അല്ലാതെ നിങ്ങൾക്ക് വേറെ സർവൈവ് ചെയ്യാൻ വേറൊരു വഴി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വേറൊരു വഴിയും ഇല്ലാതെ നിങ്ങളുടെ ശരീരം നോക്കി തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ ചില അഡിക്ഷൻസ് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾക്ക് അവിടെ വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര സമയമായിട്ട് മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ പാർട്ട്ണറെയോ ആരൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അവരെ ആശ്രയിച്ചിട്ട് ഈവൻ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ പോലും, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ആശ്രയിച്ച് ജീവിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സാഹചര്യം നിങ്ങൾ ഇറങ്ങിപ്പോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ്, ഡിവൈൻ ഇസ് വിത്ത് യു. ഓക്കെ, ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരണം, നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം. ഓർ എന്താണോ നിങ്ങളിപ്പോൾ പുഷ് ചെയ്യുന്നത്, ഓക്കെ, പൊയ്ക്കോ, ഇവിടുന്ന് മാറി നിന്നോ, ഈ ആളുകളുടെ അടുത്തുനിന്ന് മാറി നിന്നോ എന്ന് പറയുന്നത്, ഗൈസ്, യു ഗൈസ് ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, ഒന്നും ഒരു റീസൺ ഇല്ലാണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും നിങ്ങളെ ട്രബിൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.